السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار والعزيز الغفار، والصلاة والسلام على رسوله المختار وعلى آله وأصحابه الأخيار. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കുവാൻ കടപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന ബോധത്തോടെ ജീവിതത്തെ കുറ്റമറ്റ നിലയിൽ ക്രമീകരിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. മനുഷ്യൻ എന്ന സാമൂഹിക ജീവി പരസ്പരം സഹകരിച്ചും സഹായിച്ചും സമൂഹത്തിൽ ഇടകലർന്നുമൊക്കെ കഴിയേണ്ടവനാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാരസ്പര്യ ബന്ധവും സഹായവും സഹകരണവും ഇല്ലാതെ മുന്നോട്ടു പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അവൻ യുഖാലിത്തുന്നാസ് വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുസ്ലിമി അല്ലദീ ലാ യുഖാലിത്തുഹും വലാ യസ്ബിറു അലാ അദാഹും എന്ന് പറഞ്ഞു. അതായത് സമൂഹവുമായി ഇടകലർന്ന് ജീവിക്കുന്ന മനുഷ്യൻ, ഒരു മുസ്ലിം, അങ്ങനെ ഇടകലർന്ന് ജീവിക്കുമ്പോ മറ്റുള്ളവരിൽ നിന്ന് കുത്തുവാക്കുകളും പ്രയാസങ്ങളും വേദനിപ്പിക്കലും ഒക്കെ ഉണ്ടാകും. അത്തരം ഘട്ടങ്ങളിൽ ക്ഷമിക്കാൻ കഴിവുള്ള ഒരു മുസ്ലിം, അവനാണ് ഏറ്റവും ഖൈറായ മുസ്ലിം. ആരെക്കാളും ഞാനും എന്റെ ഇബാദത്തും എന്റെ പ്രവർത്തനങ്ങളുമായി ഒരു ഭാഗത്ത് മുസ്ലിം എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടി മുസ്ലിമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന മുസ്ലിമിനേക്കാൾ സമൂഹത്തോട് ബാധ്യതയില്ലാതെ സമൂഹത്തിൽ ഇറങ്ങി അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാതെ അങ്ങനെ അവനവന്റെ ജീവിത ശൈലികളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന മുസ്ലിമിനേക്കാൾ ശ്രേഷ്ഠനായ മുസ്ലിം നേരത്തെ പറഞ്ഞ മുസ്ലിമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ പരസ്പര ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരസ്പരം സഹായിക്കുക എന്നുള്ളത്. ചില നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, ചില നമസ്കാരക്കാർക്ക് നാശമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ചില ആളുകൾ അങ്ങനെയാണ്, പരോപകാര വസ്തുക്കളെ തടഞ്ഞു വെക്കും. അവർക്ക് കൊടുക്കണ്ട, അവന് കൊടുക്കൂല എന്ന് തീരുമാനിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇങ്ങനെ പരോപകാര വസ്തുക്കളെ തടഞ്ഞു വെക്കുക, അത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഒരു വിഷയം പറയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നിന്ന് നമ്മൾ അത്രമേൽ ഗൗരവം കൊടുക്കാതെ പോകുന്ന ഒരു വിഷയമാണ് പരസ്പര സഹായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു സഹായമാണ് കടം കൊടുക്കുക, അത് വാങ്ങുക, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. ഇസ്ലാം നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എന്ന് പറയുമ്പോൾ ഖുർആനിലെ ഏറ്റവും അത്വലു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും സുദീർഘമായ ഒരു ആയത്ത്, ഒറ്റ ആയത്തെ അങ്ങനെ ഉള്ളൂ. ആയത്തു ദൈൻ എന്നാണ് ആ ആയത്തിന്റെ പേര്. കടമിടപാടുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന, അതും മാത്രം സംസാരിക്കുന്ന ഒരു ആയത്ത്, ഒറ്റ ആയത്ത്. ഖുർആനിലെ വളരെ ഒറ്റ പേജിലുള്ള, ഒരു പേജ് അടങ്ങുന്ന ഒരു ആയത്ത്. അത് മുഴുവൻ കടവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് കൊടുക്കുന്നതിൽ കവിഞ്ഞ് കൊടുക്കണം, നിങ്ങൾ സഹായിക്കണം, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ മറ്റോൻ പ്രയാസം കൊണ്ട് വലയുമ്പോൾ അവനെ സഹായിക്കണം എന്ന് പറഞ്ഞതിൽ കവിഞ്ഞ് അതിനേക്കാൾ കൂടുതൽ കടവുമായി ബന്ധപ്പെട്ട്, അത് ഇടപാടുമായി ബന്ധപ്പെട്ട് അതിൽ മുഴുകിയിട്ടുള്ള മനുഷ്യന്മാർ സ്വീകരിക്കേണ്ട ചില സമീപനങ്ങളാണ് അവിടെ പറയുന്നത്, ഈ ആയത്തു ദീനിൽ പറയുന്നത്. അവിടെ ആദ്യം അല്ലാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹു. മനുഷ്യൻ എന്ന് പറയുന്നത് മറയുള്ളവനാണ്.
മറവി സ്വാഭാവികമാണ്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറക്കാനും നമുക്ക് വലിയ താല്പര്യമാണ്. അങ്ങനെ വരുമ്പോ വളരെ കൃത്യമായി ഖുർആൻ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട ആളുകളോട് അള്ളാഹു പറയുന്നു, വിശ്വാസികളെ, നിങ്ങൾ കടമിടപാടിൽ ഇടപെട്ടാൽ അതിൽ നിങ്ങൾ ഭാഗവാക്കായി കഴിഞ്ഞാൽ ഫക്തുബൂഹു, അത് എഴുതി വെക്കണം. കാരണം നമ്മളിപ്പോ കടമൊക്കെ വാങ്ങി അതിന്റെ ഒരു ഭാഗമായി ഒരു ബാധ്യതയുള്ള മനുഷ്യനായി നമ്മൾ മാറുകയും നമുക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടുക, പെട്ടെന്ന് ആർക്കും എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ സൂചിപ്പിച്ചതാണ്. ഏത് സാഹചര്യത്തിൽ എവിടെ വെച്ചാ മരിക്കാന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. അങ്ങനെ മരിക്കുന്ന സമയത്ത് ഈ ഇടപാടും ഈ ബാധ്യതയുമായി പോവുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയം, ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് അത് എഴുതി വെക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ മക്കൾ, നമ്മുടെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഇത് കാണുമ്പോ, എന്റെ ഉപ്പാക്ക് ഇത്ര കടണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇത്ര കടണ്ട് അല്ലേ, ഒരു പക്ഷേ ആ കുടുംബം വളരെ പ്രയാസപ്പെടുന്ന കുടുംബമാണ് എങ്കിൽ, ആ വ്യക്തി, മരണപ്പെട്ട വ്യക്തിയോ അവന്റെ കുടുംബമോ വളരെ പ്രയാസപ്പെടുന്ന ആളുകളാണ് എങ്കിൽ, ഈ എഴുതി വെച്ച രേഖ ഉണ്ടെങ്കിൽ കമ്മിറ്റിക്കാർക്കെങ്കിലും നോക്കാത് ആ ഇടപാടുകൾ പിന്നെ നികത്താൻ, അത് ഇല്ലാതാക്കാൻ, ദൂരീകരിക്കാൻ അത് സഹായകമാകും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ കൃത്യമായി അത് എഴുതി വെക്കണം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഒരു ഗൗരവം നമ്മൾ കാണിക്കാറില്ല. കൊടുത്ത ആളും എഴുതണം, വാങ്ങിയോ പ്രത്യേകിച്ചും എഴുതണം. കാരണം ഞാനൊരാൾ ചോദിക്കുകയാണ്, അയാൾ എന്നെ സഹായിക്കുകയാണ്, അത് ഞാൻ ഇന്നടുത്ത് വാങ്ങി ഇന്ന ഡേറ്റില്, അതുപോലെ തന്നെ ഇന്ന സമയം ഇല അജലി മുസമ്മ എന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞു. ഒരു സമയബന്ധിതമായി ഇന്ന സമയത്ത് ഞാൻ തരാം. ഇതാണ് കടം വാങ്ങുമ്പോ കൊടുക്കുമ്പോഴൊക്കെ സ്വീകരിക്കേണ്ട മാനദണ്ഡം. ഇതാണ്. ഇനി ഒരാൾക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല, സ്വാഭാവികമാണ്, മനുഷ്യനാണ്, പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ കടം കൊടുത്ത മനുഷ്യന് ഇളവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അതായത് അത് സാരില്ല, പിന്നെ തന്നാ മതി. അല്ലെങ്കിൽ ഈ കടം വാങ്ങിയ വ്യക്തി കടം കൊടുത്ത ആളോട് പറയാണ്, ഞാൻ ഇന്നലെയാണ് പറഞ്ഞ സമയം, അല്ലെങ്കിൽ നാളെയാണ്, എനിക്ക് ഇന്നൊരു ചെറിയ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എന്താ ചെയ്യാ എന്ന് മാന്യമായി പറയുമ്പോ ഈ കടം കൊടുത്ത വ്യക്തിയുടെ ഏറ്റവും നല്ലൊരു പിന്നെ അവനിൽ നിന്നുണ്ടാകേണ്ട പ്രതികരണം എന്താ, സാരില്ല പിന്നെ എടുക്കാം, ഇതാവണം, അതിന് പ്രതിഫലം ഉണ്ടാ മനുഷ്യന്. ഇനി അതല്ല പറ്റ കടം കൊടുക്കാനോ തിരിച്ചു തരാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ അത് വിട്ടുകൊടുക്കുക, അഫൂ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. തീരെ കഴിവില്ലാത്ത ആളാണ് എങ്കിൽ, വലഞ്ഞവനാണ് എങ്കിൽ, സാമ്പത്തികമായി ഇടിഞ്ഞു തകർന്ന മനുഷ്യനാണ് എങ്കിൽ, വലിയ പ്രയാസം വരുമ്പോൾ നമ്മൾ കടം കൊടുത്തെന്ന് വിചാരിക്കുക, ഇന്ന പറഞ്ഞ സമയത്ത് തരാൻ പറ്റിയില്ല. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, കടം വാങ്ങുക, എന്നിട്ട് പറഞ്ഞ സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിഞ്ഞു നടക്കുക, അവനെ കാണാതിരിക്കുക, ഇതൊന്നും ശരിയായ ഒരു സമീപനമല്ല. നേരിൽ കണ്ട് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാരില്ല എന്ന് പറയുന്നത് അവന്റെ ഒരു മാന്യതയാണ്. അത് അവന്റെ ദറജയെ അള്ളാഹു ഉയർത്തുമെന്നാണ് ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സഹോദരന്മാരെ, അവസാനിപ്പിക്കുകയാണ്. വിഷയകമായി നമ്മളൊക്കെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ ഇടപാട്. കടം ജീവിതത്തിൽ കുമിഞ്ഞുകൂടി പ്രയാസം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. അത് വിശ്വാസികൾക്ക് ഉറക്കം കെടുത്തുമെന്നുള്ളതാണ്. കാരണം കൊടുക്കാണ്ടല്ലോ റബ്ബേ എന്നുള്ള തോന്നലുണ്ടാകും. ഈ കടമിടപാടുകൾ ലഘൂകരിക്കാനും അത് എളുപ്പം കൊടുത്തു വീട്ടാനും ഇസ്ലാമിൽ ഒരുപാട് പ്രതിവിധികളുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. മൻ അഖദ അംവാലൻ നാസ് യുരീദു അദാഅഹാ അദ്ദല്ലാഹു അൻഹു. നമ്മളൊരാൾക്ക് കടം വാങ്ങുമ്പോ കൊടുക്കണം, തിരിച്ചു കൊടുക്കും എന്ന മനസ്സോടുകൂടി നമ്മൾ വാങ്ങിയതാണ് എങ്കിൽ പറഞ്ഞ സമയത്ത് കൊടുക്കണം ഇൻഷാ അല്ലാഹ് എന്ന നിയ്യത്തോടു കൂടി ഒരാളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അള്ളാഹു ആ കടം വീട്ടാൻ അവനെ സഹായിക്കും എന്നുള്ളതാണ്. കാരണം അവന്റെ മനസ്സിൽ എന്താ, പഠിച്ചാൽ ഇത് കൊടുക്കണം, വീട്ടണം എന്ന് ചിന്ത ഉള്ളത് കൊണ്ട്. എന്നാൽ വമൻ അഖദ യുരീദു ഇത്ലാഫഹാ അത്ലഫഹുല്ലാഹ്. അതല്ല, ഒരാൾ ഇങ്ങനെ കടം വാങ്ങി, ചില ആൾക്കാർ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ നടക്കും, എന്നാൽ അതിനെ പറ്റി ശ്രദ്ധിക്കാതെയും കൊടുക്കുക, അത് പ്രശ്നമില്ല. അങ്ങനെ ഒരു നെവർ മൈൻഡ് ആക്കി വിടുകയാണ് എങ്കിലോ, എന്നിട്ട് അവൻ ഇങ്ങനെ യഥേഷ്ടം സുഖത്തോട്
കൂടി ജീവിക്കുക എങ്കിൽ അല്ലാഹു അവനെ തുലച്ചു കളയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിത്യേന പ്രാർത്ഥിക്കേണ്ട, നേരം വെളുക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ഒരു പ്രാർത്ഥന പതിവാക്കുക എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് നബി പറയുന്നുണ്ട്, അലാ ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു തആല ഹമ്മക വഖള അൻക ദൈനക. നിന്റെ പ്രയാസങ്ങളും നിന്റെ കടങ്ങളും ഒക്കെ വീടിക്കിട്ടാൻ നേരം പുലരുമ്പോ അതുപോലെ തന്നെ വൈകുന്നേരമാകുമ്പോ ഈ ഒരു പ്രാർത്ഥന നീ നിരന്തരം ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിനൽ ഹമ്മി വൽ ഹസൻ, മനോദുഃഖത്തിൽ നിന്നും സകല വിഷമങ്ങളിൽ നിന്നും പടച്ചോനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. എന്റെ ഉറക്കം കെടുത്തുന്ന, എന്റെ എല്ലാ സമാധാനവും കെടുത്തിക്കളയുന്ന, എന്റെ മനസ്സിൽ കുമിഞ്ഞു കൂടിയിട്ടുള്ള എന്റെ മനോദുഃഖങ്ങൾ, വിഷമങ്ങൾ പടച്ചോൻ അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അതുപോലെ തന്നെ അശക്തതയിൽ നിന്ന്, കഴിവുകേടിൽ നിന്ന്, അതുപോലെ തന്നെ മടിയിൽ നിന്ന്. മടി അല്ലേ, ആ രൂപത്തിൽ മനുഷ്യനെ വളരെ ഒരു നിഷ്ക്രിയനാക്കുന്ന ഒന്നാണ് മടി. അതിൽ നിന്നൊക്കെ പടച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, പിശുക്കിൽ നിന്ന്, അതുപോലെ തന്നെ ഭീരുത്വത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അവസാനം പറഞ്ഞത് വഅഊദു ബിക മിൻ ഗലബതി ദൈൻ, അല്ലാഹുവേ ഈ കടം കുമിഞ്ഞു കൂടുന്നതിൽ നിന്നും പടച്ചോനെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഇത് നമുക്ക് ഈ വാചകങ്ങൾ അറിയില്ലാന്നെങ്കിൽ പച്ച മലയാളത്തില് പടച്ചോനെല്ലാം അറിയാലോ. നമ്മൾ അല്ലാഹുവോട് പറയുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള മനോദുഃഖങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷമങ്ങളുടെ ഏറ്റവും വലിയ ആധാരമാകുന്ന ഈ കടമിടപാടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അല്ലാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കുക, ഈ ദിക്റുകൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം, മനക്ലേശങ്ങളും എല്ലാം അല്ലാഹു ദൂരീകരിച്ച് ജീവിതത്തിൽ സലാമത്തും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.